സേതുമാധവൻ കത്തി താഴെയിട്ടതിന് ശേഷം സേതുമാധവൻ എന്ത് സംഭവിച്ചു എന്നോർത്ത് വളരെ ദുഃഖിതരായി വീട്ടിലേക്ക് മടങ്ങിയ ഒരു തലമുറയുണ്ടായിരുന്നു. ഒരു കാലത്ത് അതിനുശേഷം അതിനൊരു കിരീടത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, ചെങ്കോൽ എന്ന സിനിമയാണ്. അതിൽ സേതുമാധവൻ മരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റേത് സേതുമാധവൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ ഒരു സിനിമയിൽ സേതുമാധവൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുന്നു. അന്ന് ഈ സ്ലാഷർ സിനിമകളെന്നാണ് ഇതിൽ പൊതുവേ പറയുന്നത്. അതായത് കിരീടമല്ല, പൊതുവേ ഒരുപാട് വയലൻസ് ചിത്രീകരിക്കുന്ന കൂട്ടക്കൊലകൾ തന്നെ ഇരുവൃത്തമായിട്ട് വരുന്ന സിനിമകളെ ഈ സ്ലാഷർ സിനിമകൾ എന്ന് പറയുന്ന ഒരു ജേർണലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ഒരു സിനിമയുണ്ട്, സൈക്കോ, 1960 സിനിമയാണ്. അതുപോലെ പീപ്പിംഗ് ടോം എന്ന് പറയുന്നൊരു സിനിമ 1960 ഇറങ്ങിയത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഇതിലൊരു ഫോട്ടോഗ്രാഫർ ഒരുപാട് സ്ത്രീകൾ അവരുടെ മരണരംഗം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ കൊല്ലുന്നതാണ്. അത് ക്യാമറയിൽ പകർത്തുന്നതാണ്. അതൊരു സ്ലാഷർ കാറ്റഗറിയിൽ പെട്ടിരിക്കുന്നൊരു സിനിമയാണ്. പക്ഷേ ആ സിനിമകൾ അങ്ങനൊരു ജേർണൽ സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്തെന്ന് കരുതിയാൽ, ഈ സ്ലാഷർ സിനിമ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സംവിധായകൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ അതിന് 1, 2, 3 സീരീസൊക്കെ ഇറക്കുമായിരിക്കും. പക്ഷേ അതിനൊരു കാലാവധിയുണ്ട്. ആ സമൂഹം തുടർച്ചയായി സ്ലാഷർ ടോണിലേക്കല്ല പോവുക. അതിനിടയ്ക്ക് അവിടെ കോമഡി സിനിമ വരും, അതിനിടയ്ക്ക് അവിടെ റൊമാൻസ് വരും, അതിനിടയ്ക്ക് മറ്റ് സിനിമകൾ വരും. അങ്ങനെ മിക്സഡായി കിടക്കുന്നൊരു ചലച്ചിത്ര ആസ്വാദന ലോകം നമുക്ക് ചുറ്റുമുണ്ട്. കേരളത്തിൽ നല്ല ലോകത്തെല്ലായിടത്തുമുണ്ട്. ഇപ്പം നേരത്തെ കിംകി ഡുക്കിൻ്റെ കാര്യം പറഞ്ഞു. നമ്മളുടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കപ്പെട്ട ചിത്രങ്ങളിലൊന്ന് കിംകി ഡുക്കിൻ്റെതാണ്. കിംകി ഡുക്കിന് 2 കാലമുണ്ട്. കിംകി ഡുക്കിൻ്റെ വയലൻ്റായ സിനിമകൾ എന്ന് പറഞ്ഞൊരു കാലമുണ്ട്, ഞെട്ടിപ്പിക്കുന്ന വയലൻസ് സിനിമകൾ, മൊബീസിനെ പോലെയുള്ള സിനിമകൾ. അതേപോലെ സ്പ്രിംഗ് ഫാൾ സമ്മർ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, വളരെ മനോഹരമായ സിനിമ. 3 അയൺ മാൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, മനോഹരമായ സിനിമയാണ്. ആ സിനിമകൾ മറ്റൊരു കാവ്യാനുഭൂതിയാണ് നൽകുന്നത് ചലച്ചിത്ര ലോകത്തെ സംബന്ധിച്ച്. അപ്പോൾ കിംകി ഡുക്കിൽ തന്നെ നിങ്ങൾക്ക് സ്ലാഷർ ജേർണലിലുള്ള മൂവി കാണാം, അതേസമയം തന്നെ വയലൻ്റ് അല്ലാത്ത ഹൈലി റൊമാൻറ്റിക്, വളരെ റൊമാൻറ്റിക് ആയിരിക്കുന്ന സിനിമകളും കാണാൻ സാധിക്കും. അത് കിംകി ഡുക്കിന് സംഭവിച്ച മാനസിക പരിവർത്തനം എന്ന നിലയിലേക്കാണ് വ്യാഖ്യാനം ചെയ്യപ്പെടുന്നത്. നോക്കൂ, ഞാൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയി കണ്ട് ഞെട്ടിയ സിനിമകളിലൊന്ന് ഈ ഒരു വളരെ വയലൻ്റായൊരു മൂവിയാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു മൂവി. ഡെൻമാർക്കിൽ നിന്നെടുത്തൊരു മൂവിയാണ്. ഞങ്ങൾ ആ സിനിമ കാണാൻ പോയിറങ്ങുമ്പോൾ ആ സിനിമയുടെ ഏറ്റവും വലിയ ക്യാച്ച് എന്ന് പറയുന്നത് തന്നെ ആ സിനിമ കണ്ടിറങ്ങുന്നവർ ഞെട്ടാതെ പുറത്തിറങ്ങില്ല എന്നുള്ളതാണ്. ഞെട്ടാൻ വേണ്ടിയിട്ട് സിനിമ കാണാൻ പോകുന്ന ആളുകളുണ്ട്. ഹൊറർ ഫിലിം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. പക്ഷേ ഇത് ഹൊററല്ല, ഇതിൽ എക്സ്ട്രീം വയലൻസ് ആണ്. ഇതിൽ ഭാര്യയും ഭർത്താവും അവരുടെ ഒരുപാട് ക്രൂര കൃത്യങ്ങൾക്ക് ശേഷം അവരുടെ ലൈംഗിക അവയവങ്ങൾ തന്നെ വിച്ഛേദിച്ച് കളയുന്ന അവസാനത്തെ രംഗമുണ്ട്. കണ്ടിരിക്കാൻ കഴിയില്ല. അത് സെൻസറിംഗ് ഇല്ലല്ലോ, അവിടെ ഫിലിം ഫെസ്റ്റിവലാണല്ലോ. ഒരുപാട് ആളുകൾ തലകറങ്ങി വീണ അനുഭവം ഉണ്ടായി. അത് ഫിലിം ഫെസ്റ്റിവലിൽ വന്ന് തലകറങ്ങി വീണതിനെ കുറിച്ചെന്ന് വാർത്തകൾ പോലും വന്നിരുന്നു, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഫിലിം. പക്ഷേ നോക്കൂ, ആ ജേർണൽപ്പെട്ട സിനിമ ആ സൊസൈറ്റിയിൽ ഇറങ്ങുമ്പോൾ അതിനെ തുടർന്നതിൻ്റെ സീരീസുകൾ ഉണ്ടാവുന്നില്ല. അതവിടെ അവസാനിച്ചു. അത് ഒരു കലാകാരൻ്റെ ഒരു അറ്റംപ്റ്റ് എന്ന നിലയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടു, അത് ആസ്വദിക്കപ്പെട്ടു, അത് കടന്നുപോയി. പക്ഷെ തുടർച്ചയായി കിക്ക് നൽകുന്ന സിനിമകൾ ഉണ്ടാവുന്നതൊരു അപകടം പിടിച്ച പരിപാടിയാണ്. നമ്മൾ കിരീടവും ചെങ്കോലിൻ്റെയും കഥ പറഞ്ഞു. നാടോടിക്കാറ്റ് ആ സമയത്ത് ഇറങ്ങുന്ന സിനിമയാണ്. പട്ടണപ്രവേശം ഇറങ്ങുന്ന സമയം കിലുക്ക് ഇറങ്ങുന്നുണ്ട്, ചിത്രം ഇറങ്ങുന്നുണ്ട്, അല്ലേ? ഒരേ നായകൻ നടന്ന് തന്നെ വ്യത്യസ്ത ഭാവങ്ങളുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അത് നല്ലതാണ്. അതാത് കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ കാലങ്ങളിലും ഇത്തരം സ്ലാഷർ സീരീസിൽപ്പെട്ട വളരെ വയലൻ്റായ സീരീസ് കില്ലർ സീരീസ് ഉള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതൊരു ചലച്ചിത്ര സംവിധായകൻ്റെ, നിർമ്മാതാവിൻ്റെ ഒക്കെ അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെയൊക്കെ ആസ്വാദനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിനൊരു തുടർച്ചയുണ്ടാവുന്നുണ്ടോ? സിനിമയുടെ പാറ്റേണിൽ നമ്മൾ അറിയാതെ ഒരു തുടർച്ച അതുപോലെ ഉണ്ടാവുന്നുണ്ടോ? മലയാള സിനിമയിൽ അടുത്ത കാലത്ത് അത് ഉണ്ടാവുന്നുണ്ടെന്നാണ് എൻ്റെ പക്ഷം. നോക്കൂ, കള എന്ന് പറയുന്നൊരു സിനിമയുണ്ടാവുന്നു. അതിനുശേഷം മുറ എന്ന് പറയുന്ന RDX എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുന്നു. ഓരോ ലെവലിലേക്ക് വരുമ്പോൾ അതിൻ്റെ വയലൻസ് ഇങ്ങനെ കിക്ക് കൂടിയാണ് വരുന്നത്. ഈ മനഃശാസ്ത്രത്തിൽ പറയുന്നൊരു കാര്യം, മനുഷ്യന് ഈ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും ഉണ്ട്. ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ളവനെ കൂടുതലായിട്ട് പ്രചോദിപ്പിക്കുന്ന തരം ഒരു കിക്ക് വേണം. ആ കിക്ക് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വല്ലാത്ത കിക്ക് ഉണ്ടെങ്കിലേ അടുത്ത സിനിമയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ കണ്ടത് പോരാത്തത് കൊണ്ട് രണ്ടാമത്തത് വരുന്നു, പിന്നീട് മുറ വരുന്നു, പിന്നീട് പണി വരുന്നു, പിന്നീട് വരുന്നു മാർക്കോ വരുന്നു. ഒരു സീരീസാണ്. 1.5 വർഷത്തിനിടയിൽ ഈ വയലൻസ് സിനിമകളുടെ കിക്കും ഡബിൾ കിക്കും ട്രിപ്പിൾ കിക്കും ആയിട്ട് വരിക. ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ എന്താണെന്ന് അറിയാമോ? ഞാൻ കണ്ട ആദ്യത്തെ റിവ്യൂ, എക്സ്ട്രീം വയലൻസ്, എക്സ്ട്രീം ബ്രൂട്ടാലിറ്റി, എക്സ്ട്രീം സാറ്റിസ്ഫാക്ഷൻ. ഞാൻ അന്തവിടുക, ഒരു ബ്രൂട്ടാലിറ്റി നിങ്ങളെ എങ്ങനെയാണ് തൃപ്തിപ്പെടുത്തുക? വയലൻസ് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് ശരി, നമുക്ക് മനസ്സിലാക്കാം. സ്ലാഷർ സീരീസിൽ പെടുന്ന സിനിമകളിൽ വയലൻസ് ഇഷ്ടപ്പെടുന്ന, ആ വയലൻസിനെ ചിത്രീകരിക്കുന്നത് ഞെട്ടാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു സമൂഹമാണ്. പക്ഷെ ബ്രൂട്ടാലിറ്റി നിങ്ങളെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുക?
എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ബ്രൂട്ടാലിറ്റിയും വയലൻസും തമ്മിൽ വ്യത്യാസമില്ല. വയലൻസ് ബ്രൂട്ടാലിറ്റിയിലേക്ക് നയിച്ചേക്കാം, പക്ഷെ ബ്രൂട്ടാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന അത് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറയുന്ന ഒരു സമൂഹം നിങ്ങളുടെ മുന്നിലുണ്ടാവുന്നു. കിരിക്കാടൻ ജോസിനെ അല്ലല്ലോ. ഇപ്പോഴും കിരീടത്തിലെ സേതുമാധവൻ ഇഷ്ടപ്പെടാനുള്ള കാരണം കിരിക്കാടൻ ജോസിനെ കൊന്ന സേതുമാധവനല്ല, അതിൻ്റെ പേരിൽ കത്തി താഴെയിട്ട സേതുമാധവനായതുകൊണ്ടാണ്. കത്തി താഴെയിടാതിരുന്ന സേതുമാധവനെ നമ്മൾ അംഗീകരിക്കില്ല. അത് പിന്നീട് മറ്റ് സിനിമകളിലൊക്കെ വേറെ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ പോലും. പക്ഷേ ഇവിടെ ആ ബ്രൂട്ടാലിറ്റി അംഗീകരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. അത് ഒരു സീരീസായി നമ്മുടെ സിനിമയിൽ വരുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്യന്തം അപകടകരമായൊരു ഒരു മെസ്സേജ് ഉണ്ട് എന്നാണ് എൻ്റെ പക്ഷം. നമ്മൾ പലപ്പോഴും ഇനി മാർക്കോന് മേലെ വേണം ഒരു മാർക്കോ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കലാകാരൻ, ആ സിനിമയിലെ ഒരു നടൻ പറഞ്ഞത് ഞാൻ കേൾക്കുമായിരുന്നു. ആ സിനിമയിൽ നേരത്തെ സൂചിപ്പിച്ച രംഗമുണ്ടല്ലോ, ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ചില സീനുകളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് പല കാലത്തും ചർച്ചയ്ക്കും വിവാദത്തിനും ഉണ്ട്, ഗുജറാത്തിലെ കലാപത്തിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ സമൂഹത്തിനേക്കാൾ വലിയ ക്രൂരതയാണോ സിനിമ ചിത്രീകരിക്കുന്നതെന്ന് വേറൊരു ചോദ്യമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഗർഭിണിയെ പുറത്തേക്ക് എടുക്കുന്നത്, അതിനെ കൊല്ലൂ എന്ന തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നു. മറുഭാഗം അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. പച്ചയ്ക്ക് കത്തിക്കുന്നുണ്ട്, പച്ചയ്ക്ക് മനുഷ്യർ കത്തിക്കുന്നുണ്ട്. ഒരു സിനിമയുടെയും പ്രേരണയില്ലാതെ പച്ചയ്ക്ക് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുന്നുണ്ട്, ലോകത്ത് ബോംബിടുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പല വേഷങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല വംശങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. വയലൻസ് തന്നെ ആഘോഷിക്കുന്നില്ലേ? നമ്മുടെ പല പുരാണ ഇതിഹാസങ്ങളിലും വയലൻസിനെ കുറിച്ചുള്ള വലിയ വർണ്ണനകളല്ലേ ഉള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം പിളർന്നെടുക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വർണ്ണനകളല്ലേ. പക്ഷേ അതിൻ്റെയൊക്കെ ആത്യന്തികമായൊരു നന്മ അവിടെ ഉണ്ടാവുന്നുവെന്നും ആ നന്മ തിന്മയുടെ മേൽ വിജയം നേടുന്നുവെന്നും ഒക്കെ പറഞ്ഞാണ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വലിയ പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലൊക്കെ ആത്മീയ ഗ്രന്ഥങ്ങളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പല രാമായണവും മഹാഭാരതവും ഒക്കെ അല്ലേ പറയുന്നത്, ഈ കൗരവ പാണ്ഡവർ യുദ്ധമൊക്കെ പറയുന്നത് വയലൻസ് ഉണ്ട്, പക്ഷേ അതിനൊക്കെ നന്മയാണ്. പക്ഷെ അതിന് ഏറ്റവും ഒടുവിൽ ഗാന്ധാരിയുടെ ചോദ്യം അതിന്റെ മുന്നിൽ നിൽക്കും. എല്ലാ വയലൻസിന് മുകളിൽ ഗാന്ധാരിയുടെ ചോദ്യം നിൽക്കുകയും ഗാന്ധാരിയുടെ കണ്ണീര് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഇതിഹാസമാവുന്നത്. അത് വയലന്റ് കൃതി അല്ലാതായി തീരുന്നത്. അങ്ങനെയും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, രാമായണത്തിന്റെ സൃഷ്ടി തന്നെ വയലന്റ് ആയ ഒരു കാഴ്ചയിൽ നിന്നുണ്ടാവുന്നതല്ലേ. ക്രൗഞ്ചപക്ഷികൾക്ക് നേരെ പോകുന്ന രണ്ട് അമ്പിൽ നിന്നാണ് ഒരു ഇതിഹാസം പിറക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നം ആ വയലൻസിനെയും ബ്രൂട്ടാലിറ്റിയും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു മെന്റാലിറ്റി ഉണ്ടാവുകയും അത് സൂപ്പർ ഹിറ്റ് ഫിലിം ആവുകയും അതിന് രണ്ടാമത്തെ സീരീസ് വരാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്യുകയാണ്. അവിടെയാണ് ഒരു പ്രശ്നം. അതിലൊരു കലാകാരൻ പറഞ്ഞതാണ്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഈ രംഗം ചിത്രീകരിച്ചതിന് ശേഷം അയാൾക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. 2-3 ദിവസമായി അയാൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. അയാൾക്കൊടുവിൽ ഉത്തരാഖണ്ഡിൽ പോയി ഒരു അമ്പലത്തിൽ പോയി 2-3 ദിവസം തപസ്സിരുന്നതിന് ശേഷമാണ് മനസ്സ് കൂളായതെന്നാണ് ആ നടൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്തരമൊരു രംഗം അഭിനയിക്കുമ്പോൾ പോലും ആ നടൻ അത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഗ്രാഫിക്സ് ഡിസ്പ്ലേയോടുകൂടി പുറത്തേക്ക് വരുമ്പോൾ അത് പ്രേക്ഷകരിൽ എന്തു വലിയ മാറ്റമാണ് ഉണ്ടാവുക. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു സിനിമയുടെ പരസ്യമായിട്ട് വന്ന എന്താണെന്നറിയോ, ഈ സിനിമ കണ്ടിട്ട് ഛർദ്ദിച്ചു എന്നുള്ളതാണ്. ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ആ സിനിമ കണ്ട് എന്നുവെച്ചാൽ അത്രയും വയലൻസ് ബ്രൂട്ടാലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഛർദ്ദിക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ, അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നു, ഞാൻ ഈ സ്ലാഷർ സിനിമകൾക്കെതിരല്ല, പക്ഷേ ആ സിനിമകൾ ഒരു പാറ്റേണായി, ഒരു തുടർച്ചയായിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാനാവാത്ത ഒന്നാണ്. അത് സമൂഹത്തിൽ വലിയ പ്രധാനപ്പെട്ട ദോഷമുണ്ടാക്കും. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ, ആൻറ്റോഗസ്റ്റൻ പറഞ്ഞതുപോലെ, സെൻസറിങ് എന്ന് പറയുന്നത് ഇപ്പോൾ അപ്രധാനമായി കഴിഞ്ഞു. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ 18 വയസ്സാണെന്ന് വെറുതെ സാക്ഷ്യപ്പെടുത്തി കൊടുത്താൽ ഈ പറയുന്ന OTT പ്ലാറ്റ്ഫോമിലുള്ള ഏത് സീരീസിലുള്ള വയലൻസ് സിനിമകളും കിട്ടും. ആ സിനിമകളാണ് യഥാർത്ഥത്തിൽ ആ കുട്ടികളെ പിന്നീട് ഈ പറയുന്ന ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റിലേക്ക് നയിക്കുന്നത്. അവർക്ക് ഇതൊരു ട്രിഗറായി തീരും. ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഈ സിനിമകൾ ഒരു വയലൻസിൻ്റെ തുടക്കമാണ് എന്നല്ല, ഈ സിനിമ മാത്രമാണ് കാരണം ഒരു സമൂഹം വയലൻ്റ് ആവാൻ എന്നതല്ല. പക്ഷേ വയലൻ്റ് ആകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ഇത്തരം സിനിമകൾ ഒരു ട്രിഗർ പോയിൻ്റ് ആവും എന്നുള്ളതാണ്. ആ ലാസ്റ്റ് ട്രിഗർ എന്നുള്ളത് ഈ സിനിമയിലെ രംഗങ്ങൾ അവനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അത്തരം സിനിമകൾ സമൂഹത്തെ വയലൻ്റ് ആക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. Meet the editors.